അപ്പൊ നമ്മള് പരിചയപ്പെട്ടത് 8ാം ക്ലാസ്സിലെ മാത്സിന്റെ ചാപ്റ്ററുകളുടെ പേരാണ് പരിചയപ്പെട്ടത്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സ്ക്വയേഴ്സ്. ഇത് ചാപ്റ്ററിന്റെ പേര്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ഈക്വൽ ട്രയാങ്കിൾസ്. പാഠത്തിന്റെ പേര്. മൂന്നാമത്തെ പാഠത്തിന്റെ പേര് സ്ക്വയർ ഐഡന്റിറ്റീസ്. പാഠത്തിന്റെ പേര് സ്ക്വയർ ഐഡന്റിറ്റീസ്. നാലാമത്തെ ചാപ്റ്റർ പോളിഗൺസ്. നാലാമത്തെ ചാപ്റ്ററിന്റെ പേര് പോളിഗൺസ്. അഞ്ചാമത്തെ പാഠത്തിന്റെ പേര് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്. സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്. ആറാമത്തെ പാഠത്തിന്റെ പേര് ന്യൂ നമ്പേഴ്സ്. പേര് ന്യൂ നമ്പേഴ്സ്. ഏഴാമത്തെ പാഠത്തിന്റെ പേര് ബൈസെക്ടേഴ്സ്. ഓക്കെ, അത്രയായപ്പോ നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. പാർട്ട് 2-ൽ എത്രാമത്തെ ചാപ്റ്റർ മുതലാ തുടങ്ങുന്നേ? 8. എട്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് റേഷ്യോ. 9 സർക്കിൾസ്. 10 ഡെസിമൽ ഫോംസ്. എന്താണ്? ഡെസിമൽ ഫോംസ്. 11 പാരലലോഗ്രംസ്. 12 ട്രപ്പീസിയംസ്. എന്താണ്? ട്രപ്പീസിയംസ്. 13 സ്റ്റാറ്റിസ്റ്റിക്സ്. ശ്രദ്ധിക്കുക, ഇനി ഞാൻ പറയുന്നത്. ഈ പൊതുവെ 4ാം ക്ലാസ് വരെ കുട്ടികൾക്ക് എല്ലാവർക്കും കണക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ല. ശരിയല്ലേ? അത്യാവശ്യം എല്ലാവർക്കും 4ാം ക്ലാസ് വരെ കണക്കിന് നല്ല മാർക്കുള്ളവരെല്ലായിരുന്നു ഇല്ലേ? പിന്നെ ഒരു ഇച്ചിരി കുറയാൻ തുടങ്ങിയത് 5, 6, 7 ക്ലാസ്സിൽ വന്നപ്പോൾ. എന്നാലും ഇത്ര വലിയ കുറവൊന്നും പറയാനില്ല. ചെറിയ തോതിൽ LP ക്ലാസ്സിനെ അപേക്ഷിച്ച് UPയിലേക്ക് വന്നപ്പോ എന്ത് കുറഞ്ഞു? മാർക്ക് കുറഞ്ഞു. ഇനിയാണ് അടുത്ത പ്രശ്നം. മിക്ക ആളുകൾക്കും അതിനേക്കാൾ മാർക്ക് കുറവായിരിക്കും. എവിടെ? ഹൈസ്കൂൾ ക്ലാസ്. ഇതെന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ന്യായമായിട്ട് ആലോചിച്ചാൽ 4ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാൾ ബുദ്ധിയുണ്ട് 5ാം ക്ലാസ്സിൽ. അല്ലേ? 5ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാൾ ബുദ്ധിയുണ്ട് 6ാം ക്ലാസ്സിൽ. ഒരു സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വയസ്സ് കൂടുമ്പോൾ സാധാരണഗതിയിൽ എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്? ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ് വരുമ്പോഴാണ് നമുക്ക് 1ാം ക്ലാസ്സിനേക്കാൾ മാർക്ക് എന്ത് ചെയ്യേണ്ടത്? കിട്ടേണ്ടത്. പക്ഷേ മാർക്ക് പലപ്പോഴും കുറയുക. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? സംഗതി വളരെ സിമ്പിളാണ്. 2 ടെക്നിക്കൽ വാക്കറിഞ്ഞിരുന്നാണ്. ഒരു വാക്കിന്റെ പേരെന്ന് പറയുന്നത് കോൺക്രീറ്റ്. എന്താണ്? അത് മറ്റേ സിമെന്റും മണലും എല്ലാം ഇട്ട് കൂട്ടി പഠിക്കുന്ന പരിപാടിയുടെ പേരല്ല കോൺക്രീറ്റ് എന്ന്. രണ്ടാമത്തെ ഒരു വാക്കാണ് അബ്സ്ട്രാക്ട്. എന്താണ്? അബ്സ്ട്രാക്ട്. നിങ്ങൾ ഈ 7ാം ക്ലാസ് വരെ പഠിച്ച മാത്തമാറ്റിക്സിലെ കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് നേച്ചറിലുള്ളതായിരുന്നു. എന്നുവെച്ചാൽ എന്താ അർത്ഥം? നിങ്ങളുടെ നിത്യജീവിതവുമായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത്യാവശ്യം 4ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ കുറച്ചുകൂടെ വന്നപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ചിലതൊക്കെ നിങ്ങൾക്കൊക്കെ ലിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഈ 8 മുതൽ അങ്ങോട്ട് പഠിക്കുന്ന പല ചാപ്റ്ററുകളും നമുക്ക് കേൾക്കുമ്പോൾ അത്ര പെട്ടെന്ന് ഇതിനെ കൊണ്ടുപോയി ആരോട് ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കൊണ്ടുപോയി പെട്ടെന്ന് ചിലപ്പം ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട്. എന്താണ്? നിങ്ങൾ ചിലപ്പോൾ ശ്യാംലാൽ സാർ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ അബ്സ്ട്രാക്ട് നൗണിനെ കുറിച്ച് ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. പഠിപ്പിച്ചില്ലയോ? ഗ്രാമർ ക്ലാസ്സിന് വരുന്നവരെ അബ്സ്ട്രാക്ട് നൗണിനെ കുറിച്ച് പഠിപ്പിച്ചില്ലേ? ഗുണനാമം എന്ന് പറയും. എന്താ പറയും? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് സ്നേഹമുണ്ട്. ഈ സ്നേഹം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾ കൊട്ടയ്ക്കകത്തിലാക്കി കൊണ്ട് കൊടുക്കും? ഇല്ല. സഞ്ചിക്കകത്തിൽ? ഇല്ല. പിന്നെ എങ്ങനെ കാണിക്കും? നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് അവരോട് സ്നേഹമുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യാനേ പറ്റൂ. അല്ലാതെ നമുക്കിത് കൊട്ടയ്ക്കകത്തിലോ സഞ്ചിക്കകത്തിലോ ഒന്നും ആക്കി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. അതിന്റെ പേരാണെന്ത്? അബ്സ്ട്രാക്ട്. എന്താണ്? അപ്പൊ ഒരു 8ാം ക്ലാസ് മുതലുള്ള മാത്സിൽ, ഹയർ ലെവൽ മാത്തമാറ്റിക്സും നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളൊരു 7ാം ക്ലാസ് വരെ പഠിച്ചതുപോലെ എന്ത് സ്വഭാവത്തിലുള്ളവരല്ല, കോൺക്രീറ്റ് സ്വഭാവത്തിലുള്ളവർ അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതൊന്നും ചിലപ്പോൾ കാണണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടാണ് പൊതുവേ വരുമ്പോ 8 മുതലുള്ള കുട്ടികൾക്ക് മാത്സിന് എന്ത് കുറയുന്നതും? മാർക്ക് കുറയും. നിങ്ങൾ പേടിക്കണ്ട. നമ്മളതിന്റെ കാര്യകാരണ സഹിതം പഠിച്ചു വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ ഒരു കുഴപ്പം, പിള്ളേർക്കൊന്നിന്റെയും കാരണം അറിയണ്ട. കാരണം മാത്രമല്ല, ഈ റീൽസിന്റെ കാലഘട്ടം ആയതുകൊണ്ട് പറ്റുമെങ്കിൽ ഇപ്പൊ 1ാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? സ്ക്വയേഴ്സ്. ഇതൊരാൾ വന്നിട്ടൊരു വീഡിയോയ്ക്കകത്ത് പറയുകയാണ്,
കുഞ്ഞുങ്ങളെ, കുട്ടികളെ, കൂട്ടുകാരെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇതാണ് നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് ആ പാഠത്തിലെ എല്ലാം എന്ത് ചെയ്യാമെന്ന് പഠിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും 3 മിനിറ്റ് കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ, എവിടെന്ന് സ്ക്വയർ അടയിച്ച്. പക്ഷെ തെറ്റാ. പാഠം മൊത്തം പഠിച്ചതിന് ശേഷം ചിലപ്പോൾ നമുക്ക് 3 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ മൊത്തം ചുരുക്കി പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പാഠം മൊത്തം എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ വെറുതെ കുത്തിയിരുന്ന് കാണാതെ പഠിക്കാതെ ഓരോ പാഠത്തിലും പഠിക്കാനുള്ള കാര്യങ്ങള് കാര്യകാരണ സഹിതം എന്ത് ചെയ്യണം? പഠിക്കണം. കാണാതെ പഠിച്ചാലുള്ളൊരു കുഴപ്പം, അന്നേരം ഓർത്തിരിക്കും, പക്ഷേ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറന്നു. അതുകൊണ്ട് ഒരു കാര്യവും കണക്കിലേത് എന്ത് ചെയ്യരുത്? കാണാതെ പഠിച്ചു വെക്കരുത്. കാര്യകാരണ സഹിതം മനസ്സിലാക്കി പഠിക്കണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതൊന്നും 8ാം ക്ലാസ്സിലേക്ക് മാത്രമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ല. ഇതിന്റെ എല്ലാം തുടർച്ച അടുത്ത വർഷം 9ലും, അതിന്റെ അടുത്ത വർഷം 10ലും, തുടർന്ന് നിങ്ങൾ എവിടൊക്കെ മാത്സ് പഠിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ബേസിക് ഐഡിയാസ്. അതുകൊണ്ട് ഈ ബുക്കൊന്നും ഒരു കാരണവശാലും പേർക്ക് ആക്രിക്ക് കൊടുക്കരുത്. 9ാം ക്ലാസ്സിൽ പഠിക്കാൻ ചെല്ലുമ്പോഴും 10ാം ക്ലാസ്സിൽ പഠിക്കാൻ ചെല്ലുമ്പോഴും ഒക്കെ നമുക്ക് ഈ ബുക്ക് ഇടക്കിടക്കൊക്കെ എടുത്തു വെച്ച് എന്ത് ചെയ്യേണ്ടി വരും? വായിക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യം ഇവിടെ കിട്ടിയല്ലോ. ഓൾ സ്റ്റാൻഡപ്പ് ചാപ്റ്ററിന്റെ പേര് ഒന്നുകൂടെ വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ